ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഞാനൊരു ചക്കേൻ്റെ അടുത്താണ്. ചക്കക്കാലമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലൊക്കെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഞാനിന്ന് ചക്ക കൊണ്ടൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുരു കൊണ്ട് ഒരു ഐറ്റമാണ് കേട്ടോ. ചക്കക്കുരുവിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് വെച്ചിട്ട് ഒരു അടിപൊളി കറി, അത് ചക്കക്കുരുവിൻ്റെ കറി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി കേട്ടോ. നമ്മൾ ഒരിക്കൽ കഴിച്ചാൽ പിന്നെ നമുക്ക് അതിന് അഡിക്റ്റ് ആവും. അല്ലാത്തവർ പറയും അയ്യോ ചക്കക്കുരുവോന്ന്. പക്ഷേ ഈ ചക്കക്കുരുവും മാങ്ങ, അതിൻ്റെ കൂടെ ഒരു മാങ്ങ അതും കൂടിയിട്ട് കറി വെച്ച എൻ്റെ മക്കളെ ചോറുണ്ടാലും നമുക്ക് മതിയാവൂല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ അതിനിതാ ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു തോല് പൊളിക്കാൻ ഒരു എളുപ്പമാർഗ്ഗം, നടുങ്ങോട്ടൊന്ന് ചീന്തുക, എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് പോലെയുള്ളതാ ആ തോലങ്ങ് മാറ്റിയാൽ മതി കേട്ടോ. ഉള്ളിലെ ബ്രൗണൊന്നും പോക്കല്ലേ. ചക്കക്കുരുവിൽ ധാരാളം പ്രോട്ടീനും ബി കോംപ്ലക്സ് വൈറ്റമിൻസും പൊട്ടാസ്യം അയണും കാൽസ്യം മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈവൻ ക്യാൻസറിന് വരെ തടയുന്ന പറയപ്പെടുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകാം. പിന്നെ സ്കിന്നിനും ഹെയർ ഗ്രോത്തിനൊക്കെ ചക്കക്കുരു വളരെ നല്ലതാണ് കേട്ടോ. ചക്കക്കുരു നമ്മൾ വേവിച്ചേ കഴിക്കാവൂ കേട്ടോ, പച്ച കഴിക്കാൻ പാടില്ല. ഒന്നുകിൽ വറുത്ത് അല്ലെങ്കിൽ കറി വെച്ച് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതാ ഞാൻ വെള്ളമെല്ലാം ഊറ്റി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് കഴുകിയിട്ട് ഒരു മൺകലത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഞാനിന്ന് വിറകടുപ്പിലാണ് വെക്കുന്നത്, കുക്കറിലിട്ടിട്ടൊന്നുമല്ല. കുക്കറിലിട്ട് എളുപ്പത്തിനൊക്കെ എല്ലാവരും വെക്കും, എന്നാൽ ഈ മൺകലത്തിൽ വെച്ച കറീൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ, അതായത് ചക്കക്കുരുവിൻ്റെ മേലെ നിൽക്കണം വെള്ളം. എന്നിട്ട് ഇത് മാത്രമേ ഒന്നും ഇടുന്നില്ല നമ്മൾ. ഇതായി അടുപ്പത്ത് വെച്ചു ഞാൻ. ഇനിയൊന്ന് തീ കത്തിച്ച് വേവിക്കുക. അപ്പോഴത്തേക്ക് ഇതാ ഒരു മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ ഒന്ന് കഷ്ണാക്കി മുറിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ചക്കക്കുരു വെന്തിട്ടുണ്ട്, ഏകദേശം തിളച്ചിട്ടുണ്ട് കേട്ടോ, തിളച്ച് വേവാറായി. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ മാങ്ങ ഉണ്ടല്ലോ അത് കുറച്ച് തോലോട് കൂടി തന്നെ കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ചക്കക്കുരു വെന്തിട്ടാണ് ഇതൊക്കെ ഇടുക കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം, 5-8 ചുവന്നുള്ളിയും അരമുറി നാളികേരം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുത്തതാണ്. അതവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കുരു മാങ്ങയെല്ലാം മുളകെല്ലാം നല്ലോണം വെന്തിന് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന്ന് കുറച്ച് ചക്കക്കുരു കൊണ്ട് കോരിയെടുക്കണം. എന്തിനാണെന്നറിയാം, ഇതൊരു ട്രിക്കാണ് കേട്ടോ. ചക്കക്കുരുവിൻ്റെ കറിക്ക് ഒരു തിക്നെസ്സും കിട്ടും. പിന്നെ ചില ആൾക്കാർ ചക്കക്കുരു കറി കൊടുത്ത് അയ്യോ അതൊന്ന് കുരുവെല്ലാം എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കും, ഇതെനിക്ക് വേണ്ട ഗ്യാസാന്ന്. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഇനി ചക്കക്കുരു ഒഴിവാക്കുകയേ ഇല്ല. നമുക്കിതിനിവിടെ വിലയില്ല എന്നുള്ളൂ, ഇഷ്ടം പോലെ ഉണ്ടായിട്ട്. ഇത് അതുപോലെ നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ. ഇതാ നല്ലോണം ഒന്ന് കുരുവൊക്കെ ഒന്ന് ഉടച്ച് തിരിച്ച് അതേ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറിക്ക് ഒരു തിക്നെസ്സും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിൻ്റെ ഗുണങ്ങളെല്ലാം കഴിക്കുന്നവർക്ക് കിട്ടുകയും ചെയ്യും. ചിലർ കഷ്ണം കഴിക്കാതെ, ഞാൻ പറഞ്ഞല്ലോ വെള്ളം മാത്രം കഴിക്കുന്നത്, അവർക്കും കിട്ടിക്കോളും ആ ഗുണം. അപ്പോൾ നമ്മൾ നല്ലപോലെ അരച്ച് വെച്ച് നാളികേരക്കൂട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മിക്സീൻ്റെ ജാറും കൂടി കഴുകിയിട്ട് ഇത്തിരി വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇടുക അതിൻ്റെ മുന്നേ കേട്ടോ. എന്നിട്ട് ഇതാ മിക്സീൻ്റെ ജാറ് കഴുകിയ വെള്ളം അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ അതാ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതാ മറന്നു പോകരുതേ, ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ അത് റെഡി ആയി കണ്ടോ. ഇനിയിപ്പോൾ ഒന്ന് തിളച്ചാൽ മതി. തിളച്ചു. ഇനി നമ്മൾ കറി മൂടി വെച്ച് മാറ്റി വെക്കുക, അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണതിന്, അപ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പം ഇതിൽ 1 ടീസ്പൂൺ പോലെ ഉലുവ ഇടുക. ചക്കക്കുരുക്കറിക്ക് ഉലുവയാണ് ഒരു ടേസ്റ്റ് മേക്കർ കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉലുവേൻ്റെ വറവ് കഴിച്ചാൽ. ഉലുവ ഒന്ന് ചുവന്ന് വരുമ്പോൾ അതിലേക്കൊരു 4-5 ചുവന്ന മുളക് ഒന്ന് പൊട്ടിച്ചിട്ടാൽ മതി. അതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചുവന്ന് വരുമ്പം കുറച്ച് മൂത്തല്ലോ. ഇനിയിപ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കറിയിലേക്ക് ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വേഗം തന്നെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. എന്തിനാ അറിയാം, അതിൻ്റെ ആ മണമൊന്നും നഷ്ടപ്പെടണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ നല്ലോണം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ചെയ്യണം, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ. പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മളിതാ കറിയൊക്കെ റെഡിയായി, ഇനി ഒരു പാത്രത്തിലേക്ക് അത് വിളമ്പുകയാണ് കേട്ടോ കറി. നമുക്കിത് ചോറിൻ്റെ കൂടിയോ ചപ്പാത്തീൻ്റെ കൂടിയോ റൊട്ടീൻ്റെ കൂടിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടിയാണ് ഞാനിപ്പോൾ ഒന്ന് കഴിക്കുന്നത്, അടിപൊളിയാണ്. Thank you for watching.